C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശരി ചേച്ചി, നിങ്ങളും കൂടി എന്നെ കുറ്റപ്പെടുത്തരുത്. എന്നെ ഇവിടെ കണ്ടപ്പോ ഞാൻ എന്താ ഇവിടെ നിന്ന് ചോദിക്കാനുള്ള സാവകാശം നിനക്ക് കിട്ടിയില്ല. ഭർത്തൃ വീട്ടിൽ നിന്ന് വിരുന്ന് വന്നതാണെന്ന് ധരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. രാജീവ് സാറിന്റെ വീട്ടുകാര് എന്നെ ഇവിടെ നട തള്ളിയതാ, എന്നും നീക്കുമായി. ശരിയേച്ചി, ഹോട്ടലിനും വീടിനും പകരമായിട്ട് 30 പവൻ സ്വർണ്ണമെന്നും പറഞ്ഞ് രാജേശ്വരി അമ്മയ്ക്ക് കൊടുത്ത ആഭരണം മൊത്തം മുക്കായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോ അവരെന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി. കൊണ്ടുപോയി കൊടുത്ത ആഭരണങ്ങളും എന്റെ ഡ്രസ്സുകൾ അടങ്ങിയ ബാഗും ഒക്കെ മുഖത്തെറിയുന്ന പോലെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവര് പോയത്. വിഷ്ണുവേട്ടന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നീ കൊണ്ടുവന്ന ബാഗുണ്ടല്ലോ, അതിനടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്റെ ബാഗും. ഇനി അതിനൊന്നിനും അവിടെ നിന്ന് ഒരു ഇളക്കം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ വേണ്ട. എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ അമ്മ വിജയന്റെ കൂടെ കരഞ്ഞ് അപേക്ഷിച്ചപ്പോ അവരുടെ മറുപടി എന്തായിരുന്നു എന്നറിയോ? എന്നെ ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിലെ കണ്ണാടി കൊട്ടലെടുത്ത് വെച്ച് വിൽക്കാൻ. ഇനിയൊരു രാത്രി കൂടി ഇരുണ്ട് വെളുത്താൽ എനിക്കൊപ്പം കണ്ണാടിക്കൊട്ടിലിരിക്കാൻ ഒരാളും കൂടിയായി. ഹൃദയത്തിലൊരു വാള് തറഞ്ഞു നിൽക്കുമ്പോഴാ നീയും കൂടെ പിന്നീട് അമ്മയെ കുത്തിയത്. എന്റെ സംശയം ശരിയാണെങ്കിൽ അമ്മ ഇനി അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല ശാലിനി. ശരിയേച്ചി, നിക്ക്. ശരിയേച്ചി, എന്തായി പറയുന്ന? അമ്മയുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷണമുണ്ട്. ഇപ്പൊ സ്വന്തം നാവിനത് വീഴുകയും ചെയ്തു. അമ്മ ജീവിതം അവസാനിപ്പിക്കും ശാലിനി. ശരിയേച്ചി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.